ബിഗ് ബോസിൽ നിന്നും ജിസേൽ പുറത്തായതിൻ്റെ നിരാശയിലാണ് പ്രേക്ഷകർ. അത്രത്തോളം ജനപ്രീതി ജിസേൽ നേടിയിരുന്നു. മികച്ച പ്ലെയറിനെയാണ് ഷോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അഭിപ്രായമുണ്ട്. ആര്യനും ജിസേലും തമ്മിലുള്ള സൗഹൃദം ഷോയിൽ ഏറെ ചർച്ചയാണ്. ജിസേലിന് ഹൗസിനുള്ളിൽ ഏറ്റവും അടുപ്പം ആര്യനോടായിരുന്നു. ഹൗസിനുള്ളിൽ ഗോസിപ്പുകൾ വന്നപ്പോൾ പോലും ഇവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല. ജിസേൽ പുറത്തായപ്പോൾ ആര്യൻ പൊട്ടിക്കരയുന്നുണ്ട്. ഇപ്പോഴത്തെ ആര്യനെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിസേൽ. നേരത്തെ പുതപ്പിനുള്ളിൽ വെച്ച് ഇരുവരും ചുംബിച്ചു എന്ന ആരോപണം തോന്നിയിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പുതപ്പിനുള്ളിൽ വെച്ച് പ്രേതകഥകൾ പറയുകയായിരുന്നെന്ന് ജിസേൽ പറയുന്നു. ഏഷ്യൻ നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ആര്യനോട് പൊസസീവ്നെസ് ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയോട് ആര്യൻ സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ടതിന് കാരണം ലക്ഷ്മി എന്നോട് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു എന്ന് ജിസേൽ വ്യക്തമാക്കി. ആരോട് സംസാരിക്കണമെന്ന് ആര്യൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷാനവാസിനോട് സംസാരിക്കുന്നത് ആര്യന് ഇഷ്ടമില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട്. ലക്ഷ്മി ആര്യൻ്റെ അമ്മയാകാൻ നോക്കി. ആര്യൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു. ആര്യൻ്റെയും തൻ്റെയും ഫ്രണ്ട്ഷിപ്പിൽ മാറ്റം വന്നിട്ടില്ലെന്നും ജിസേൽ പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് ആണുങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ കിട്ടിയതെന്ന് ജിസേൽ പറയുന്നു. പൊതുവെ ഞാൻ ഗേളാണ്. അവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സ് ഗേൾസ് ആണ്. ഞാൻ അങ്ങനെ ടോംബോയ് അല്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്ന് എല്ലാ ഫ്രണ്ട്സും ആണുങ്ങളായി. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഫ്രണ്ട്സാകാൻ ശ്രമിച്ചു. ഞാൻ ഫെമിനീൻ പെണ്ണാണ്. എല്ലാവരുടെയും കൂടെയും ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അനുമോളോട് അവസാനത്തെ 2 ആഴ്ച ഒരു ഇഷ്ടമുണ്ടായി. എനിക്ക് അവളോട് എപ്പോഴും ഇഷ്ടമായിരുന്നു. അവൾക്കാണ് എന്നെ ഇഷ്ടമില്ലാതിരുന്നത്. കുറേ പ്രാവശ്യം ഞാൻ ശ്രമിച്ചു. അപ്പോൾ അവൾക്ക് എന്നോട് എക്സ്പീരിയൻസ് വന്നിരുന്നെന്നും ജിസേൽ പറയുന്നു. അനുമോൾ തെറ്റ് സമ്മതിച്ചില്ലെന്നും ജിസേൽ പറയുന്നു. ആര്യൻ, അക്ബർ, ഷാനവാസ് എന്നിവരാണ് ഫേവറേറ്റ്സ്. നെവിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കെമിസ്ട്രിയിൽ എന്തോ സംഭവിച്ചു. അനീഷ് നല്ല മനുഷ്യനാണ്. എനിക്കൊരു ബന്ധുവിനെ പോലെ തോന്നും. മനസ്സുകൊണ്ട് ജെന്യൂനാണ്. 4-5 പ്രാവശ്യം ഒരു കാര്യം പറയും. അയാൾ തുറന്ന മനുഷ്യനാണ്. എന്നേക്കാൾ ഈ ഷോയിൽ ഞാൻ വരണമെന്ന് അമ്മയ്ക്കായിരുന്നു ആഗ്രഹമെന്നും ജിസേൽ പറയുന്നു. അനുമോൾ ക്യാമറയ്ക്ക് വേണ്ടി കുറേ ഫേക്ക് കണ്ടന്റുകൾ കൊടുക്കും. ആഹാരം ഉണ്ടാക്കുമ്പോൾ ക്യാമറ നോക്കി ഉണ്ടാക്കും. റിയാക്ഷനും ക്യാമറയ്ക്ക് വേണ്ടി. സീരിയൽ നടക്കുന്നതാണെന്ന് ചിലപ്പോൾ തോന്നുമെന്നും ജിസേൽ പറയുന്നു. ബിഗ് ബോസിൽ വന്നതിൻ്റെ പ്രധാന കാരണം മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ബിഗ് ബോസിൽ നിന്ന് പുറത്തായത് നല്ല സമയത്താണ്. അനാവശ്യമായി വഴക്കുണ്ടാക്കാൻ തനിക്ക് പറ്റില്ലായിരുന്നെന്നും ജിസേൽ പറഞ്ഞു. നേരത്തെ ഹിന്ദി ബിഗ് ബോസിൽ ജിസേൽ മത്സരാർത്ഥിയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.